ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടെ മാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഒരു മിസ്സിംഗ് പേഴ്സണെ അന്വേഷിച്ച് പോകുമ്പോൾ 7 വർഷം പഴയൊരു ഡെഡ് ബോഡി പോലീസുകാർക്ക് കിട്ടുന്നു. അത് എവിടുന്ന് വന്നു എന്നറിയില്ല. ഈ കാണാതായ പയ്യനും എവിടെയാ പോയെന്നറിയില്ല. ഇത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലയുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസുകാരൻ, അയാളും പെട്ടെന്ന് പഴയ കേസുകളിൽ കുടുങ്ങി ജയിലിനകത്താകുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തുടർച്ചയായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നത്, പല രീതിയിലുള്ള കൊലപാതകങ്ങൾ. നമ്മുടെ നായകൻ പോലീസുകാരൻ ജയിലിലാണല്ലോ. ജയിലിൽ കിടക്കുമ്പോൾ കിട്ടിയൊരു ചെറിയ തുമ്പ് വെച്ച് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടി ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ്. വലിയൊരു ചുരുളാണ് അദ്ദേഹം തുറന്നു വരിക, ആരും പ്രതീക്ഷിക്കാത്ത ചുരുൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലൂതർ ദ ഫാളൻ സൺ എന്ന പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കമ്പനിയിൽ വൈകിട്ട് സ്വീപ്പിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യൻ, അവനൊരു ഫോൺ കോൾ വരാണ്. എനിക്ക് നിന്നെ അടുത്ത 15 മിനിറ്റിനുള്ളിൽ കാണണം എന്ന് വിളിക്കുന്ന ആൾ പറയും. ആ കോള് കണ്ട ഉടനെ ഈ പയ്യൻ പേടിക്കുന്നുണ്ട്. അവൻ പേടിച്ച് എനിക്ക് അത്രയും സമയം കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ വിളിക്കുന്ന ആള്, എന്നാ പിന്നെ നിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിന് അയക്കും, നിന്റെ അമ്മയ്ക്ക് അയക്കും, നിന്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും അയക്കും. അതിൽ നീ സന്തോഷവാനാണോ? അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വേഗം വാടാന്ന് പറയുമ്പോൾ ഉള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് പയ്യൻ ഓടുകയാണ്. അവൻ കാറും എടുത്ത് ആ വിളിച്ചാള് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയെ നടു റോഡിൽ മറ്റൊരു കാർ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. ഒരാള് കാറിന് വെളിയിലേക്ക് തെറിച്ച് വീണ് കിടക്കുന്നു. ആക്സിഡന്റ് പറ്റിയതായിരിക്കാം. യാത്രക്കാർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ പോലീസിനെ വിളിക്കുന്നു. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരാൾ പുറത്ത് കിടക്കുകയാണ്, കാറിനകത്ത് മറ്റൊരു സ്ത്രീയും ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരും. ഈ പയ്യൻ ആ കാറിനടുത്തേക്ക് പോകുന്ന സമയം വെളിയിൽ കിടന്നുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. ഈ പയ്യൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറയുന്നയാൾ ആ പയ്യൻ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുത്തുകൊണ്ട് പോവാണ്. പിറ്റേന്ന് ആ സ്പോട്ടിൽ ഒരുപാട് പോലീസുകാരും ഫോറൻസിക്കുകാരെല്ലാം കൂടി നിപ്പുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ നായകൻ വരുന്നത്. മറ്റൊരു ഓഫീസർ നായകനോട് പറയാണ്, 7 വർഷം മുന്നേ കാണാതായ ഒരു ലേഡിയുടെ ബോഡിയാണ് ഈ കാറിൽ നിന്ന് കണ്ടുകിട്ടിയിരിക്കുന്നത്. ഹീറോ സംശയത്തോടെ ചോദിക്കും, 7 വർഷം മുന്നേ കാണാതായ ബോഡിയോ? അതെ, 7 വർഷം മുന്നേ തന്നെ ആ സ്ത്രീ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാലം ഐസിൽ കിടക്കായിരുന്നു. അപ്പൊ ഈ കാർ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത് 10 ദിവസം മുന്നേ കളവ് പോയ കാറാണ്. പോലീസിനെ വിളിച്ച് ഒരു പയ്യൻ റിപ്പോർട്ട് ചെയ്തില്ലേ, ആ പയ്യൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ആ പയ്യന്റെ പേര് കാളം എന്നാണ്. അവൻ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. അവന്റെ കാറാണ് ഈ കാറിന് എതിർഭാഗത്ത് നിൽക്കുന്നത്. അപ്പൊ ഹീറോ കരുതും, എന്തുകൊണ്ടായിരിക്കും ആ പയ്യൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അവനിവിടെ എത്തിപ്പെടണമെന്ന് മറ്റാരെങ്കിലും വിചാരിച്ചിരിക്കണം. ഈ സമയത്ത് കാണാതായ പയ്യന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മകൻ എവിടെയാണ്? അവനെ നിങ്ങൾ കണ്ടുപിടിക്കണം. അവൻ എന്താണ് സംഭവിച്ചത്? എനിക്കാകെയുള്ളതൊരു മകനാണ്. അവൻ എവിടെയാണ് പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഹീറോ പറയും, പേടിക്കണ്ട മേഡം, ഞങ്ങൾ നിങ്ങളുടെ മകനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. അപ്പൊ അമ്മ കരഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, സത്യം പറയൂ, നിങ്ങൾ കണ്ടുപിടിക്കൂ. അതിന് ഹീറോ, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും, സത്യമായിട്ടും ഞാൻ നിങ്ങളുടെ മകനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയാണ്. അപ്പൊ കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ തൊപ്പി വെച്ചൊരു മുങ്ങണ്ണനെ കാണിക്കുന്നുണ്ട്. അയാളെ നോട്ടവും നിൽപ്പും അത്ര ശരിയല്ല. പുള്ളി അവിടുന്ന് മാറി മറ്റാർക്കോ ഫോൺ ചെയ്തിട്ട്, ഈ കേസ് ആരാ അന്വേഷിക്കുന്ന? ഡിറ്റക്റ്റീവ് ലൂതറാണോ? അവനാണോ കാലമിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? താനൊരു കാര്യം ചെയ്യണം. ഈ ഡിറ്റക്റ്റീവ് ലൂതറിന് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ മിസ്റ്റേക്കുകൾ, അവന്റെ ചെറിയ സീക്രട്ടുകൾ, ലോ ആൻഡ് ഓർഡർ തെറ്റിച്ച കാര്യങ്ങൾ, കറപ്ഷൻ, അങ്ങനെ എന്തെങ്കിലും ക്രൈംസുകൾ തോണ്ടിയെടുത്ത് അവൻ ജയിലിനകത്താവണം. ഒരിക്കലും ഇവൻ ഈ കേസ് അന്വേഷിച്ച് വരരുത്. അവൻ ജയിലിനകത്തായില്ലെങ്കിൽ നിനക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ് ഇയാൾ ആരെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ കുറച്ചധികം ക്രിമിനലുകളെ നിയമപരമല്ലാതെ കൊന്നുകളഞ്ഞതിന്റെ പഴയ കേസുകളുണ്ട്. അതുപ്രകാരം അങ്ങേരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതി ശിക്ഷ വിധിച്ച് പുള്ളിയെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അതുമാത്രമല്ല, TV ന്യൂസിൽ പറയുന്ന അവസാനമായിട്ട് കാണാതായ പയ്യനെയും ഈ ലൂതർ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും, കൊന്നുകളഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ TV ചാനലുകാർ തോന്നിയാസ്തി ന്യൂസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാട് മുഴുവൻ അങ്ങേർക്ക് എതിരായിരിക്കും. ഹീറോയെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. ജയിലിലെ കുറ്റവാളികൾക്കാണെങ്കിൽ പോലീസുകാരനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവര് തക്കം നോക്കി നിൽക്കുകയാണ്, കിട്ടിയ വഴിക്ക് പൂശാൻ വേണ്ടി. ചാൻസ് കിട്ടുമ്പോഴൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിയും തൊഴിയും കൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് ജയിലിൽ കഴിച്ചു കൂടുന്ന സമയം കാണാതായ കാലമിന്റെ അമ്മയ്ക്കൊരു ഫോൺ കോൾ വരുന്നു. അമ്മ എന്നെ രക്ഷപ്പെടുത്തമ്മ, ഞാൻ ഇവിടെയാണുള്ളത്, ഇന്ന സ്ഥലത്താണുള്ളത്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ മകൻ കരയുന്നു. കോള് കിട്ടിയ ഉടനെ തന്നെ അമ്മ മകൻ പറഞ്ഞ ആ പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു വലിയ വീടിനകത്താണ് മകനുള്ളത്. ഈ അമ്മ വന്ന അതേ സമയത്ത് തന്നെ മറ്റ് ചില പാരന്റ്സും ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മ വീടിനകത്ത് പോയി നോക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായ പിള്ളേരെ കൊന്ന് കെട്ടി തൂക്കിയിട്ടിരിക്കുക. അവരുടെയൊക്കെ മൊബൈൽ ഫോൺസ് താഴെ കിടന്ന് റിംഗ് അടിക്കുന്നുണ്ടാവും. അതിലൊരാളാണ് കാലം, നമ്മുടെ അമ്മയുടെ മകൻ. അമ്മ മകനെ കെട്ടിപ്പിടിച്ച് കരയായിരിക്കും. ബാക്കിയുള്ള പിള്ളേരുടെ പാരന്റ്സും വന്നിട്ടുണ്ട്.
അവർക്ക് ഇതേപോലുള്ള കോള് കിട്ടിയതായിരുന്നു. ഇവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ആ വീടിന് ചുറ്റും തീ കത്തിപ്പിടിക്കാൻ തുടങ്ങും. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ബോഡി പോലും പുറത്തേക്ക് എടുത്തു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. ആ വീടും ബോഡികളും എല്ലാം കത്തിക്കരിയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത പാരന്റ്സ് എല്ലാം വീടിന് വെളിയിലേക്ക് വരും. പിറ്റേന്ന് കാലത്ത് DCI ഓഫീസർക്ക് ഒരു കോള് വരുന്നു. ഇതാണ് ഹീറോയ്ക്ക് പകരമായി ഇപ്പൊ ഈ നാട്ടിലെ കേസ് അന്വേഷിക്കുന്ന പുതിയ പോലീസുകാരി. അവർക്ക് റിപ്പോർട്ട് കിട്ടി, ഇങ്ങനെ ബോഡികൾക്ക് തീ പിടിച്ച റിപ്പോർട്ട് കിട്ടി. അവർ ലൊക്കേഷനിലേക്ക് വരുന്നു. ആ ബോഡികളിൽ മിസ്സായ കാലമിന്റെ ബോഡി ഉണ്ടെന്ന് TV ന്യൂസിൽ പറയുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മുടെ ഹീറോയും ജയിലിലിരുന്ന് കാണുന്നുണ്ട്. ഇവര് സ്പോട്ടിൽ എത്തുമ്പോഴേക്കും എല്ലാം കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും. എവിഡൻസ് ഒന്നും ബാക്കിയില്ല. 8 പേരെയാണ് ഇവനീ തൂക്കിയിട്ട് കൊന്നിരിക്കുന്നത്. ആ വീടാണെങ്കിൽ ഏതോ സൗദിക്കാരന്റെയാണ്. അയാൾ 5 വർഷമായിട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ടേയില്ല. ആളപായമില്ലാത്ത വീടായിരുന്നു. ഈ 8 പേരിൽ മരിച്ച 8 പേരിൽ ആദ്യത്തെ ആള് കാണാതായിരിക്കുന്നത് 11 വർഷം മുന്നെയാണ്. പിന്നെ മറ്റു വർഷങ്ങളിലാണ് ഓരോരുത്തരായിട്ട് കാണാതായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലം ആ ബോഡികളെല്ലാം ഇവൻ എവിടെയായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക? കുറച്ച് വർഷങ്ങളായി ആരോ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്താണ് ഇതെല്ലാം. ഓഫീസർ ലേഡി പറയും, ഈ മരിച്ച വിക്ടിംസ് തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് നമ്മുടെ കില്ലറെ കിട്ടും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരെല്ലാ പോലീസുകാരെയും അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് ജയിലിലെ നമ്മുടെ ഹീറോയുടെ സെല്ലിലേക്ക് ഒരു കത്ത് വരുന്നു, ഒരു അജ്ഞാത കത്ത്. ആ കത്തിൽ 65.8 എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. ഇതാരാണ് കൊണ്ടു തന്നത്, എവിടുന്ന് വന്നു, എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഒന്നും ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ല. 65.8 അത് വെച്ച് എന്താ ചെയ്യാൻ പറ്റുക? ഇവന്റെ സെല്ലിൽ ആകെയുള്ളത് ഒരു റേഡിയോ ആണ്. ഇവൻ ആ റേഡിയോയില് 65.8 എന്ന ഫ്രീക്വൻസിയിൽ FM സെറ്റ് ചെയ്യും. ഉടനെ ഒരു പയ്യന്റെ കരച്ചിൽ കേൾക്കാം. അമ്മ എന്നെ വിടൂ, എന്നെ കൊല്ലാതെ എന്ന് പറഞ്ഞിട്ട്. ആ പയ്യന്റെ കരച്ചിൽ കഴിഞ്ഞ്, ഹലോ ജോൺ, ഈ കരഞ്ഞത് നിനക്ക് ആരാണെന്നറിയോ? നീ അന്വേഷിച്ചിടന്ന പൂർ കാലം, അവനാണ് കരഞ്ഞത്. ഞാൻ അവനെ കെട്ടിവെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അവനെ ഞാൻ കൊന്നു കഴിഞ്ഞു. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്നു ഞാൻ. ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു. നിനക്കൊരു മിന്റ് തന്നു, നീ അത് എടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു, നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. കാരണം നീ അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലോ. പക്ഷേ നീ കണ്ടുപിടിച്ചില്ല, നിനക്ക് മനസ്സിലായില്ല എന്നെ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. നീ ഇപ്പൊ ഒരു പക്ഷിയെ പോലെ കൂടിനകത്ത് കിടക്കുകയല്ലേ. അത് ചെയ്ത ആരെന്നറിയോ? അത് ഞാൻ തന്നെയാണ്. ഇപ്പൊ എനിക്ക് നിന്റെ മുഖം കാണണമെന്നുണ്ട്. ഇനി അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോണേന്ന് ആലോചിച്ച് നീ അവസ്ഥപ്പെടുന്നത് എനിക്ക് കാണണമെന്നുണ്ട്. ഈ വർത്താനമൊക്കെ റേഡിയോയിൽ കേട്ട് കഴിഞ്ഞ ഉടനെ ഒരു പോലീസുകാരൻ വന്ന് ഹീറോയെ വിളിക്കുന്നു. ആരോ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഹീറോ ചെന്ന് നോക്കുമ്പോ കാലമിന്റെ അമ്മ, ആ കാണാതായി കൊല ചെയ്യപ്പെട്ട കാലമിന്റെ അമ്മ. അവരെ കരഞ്ഞിട്ട്, എന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയോ? അവരെന്താണ് എന്റെ മകനെ ചെയ്തതെന്ന് നിനക്കറിയോ? എനിക്കറിയണമെന്നുണ്ട്. ഹീറോ ഒന്നും പറയില്ല, നിശബ്ദനായിട്ടിരിക്കുകയാണ്. താൻ എന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതാണ് എന്റെ മകനെ കണ്ടുപിടിച്ച് തരാമെന്ന്. എന്നിട്ടെവിടെ? ദ്രോഹി, നീ തന്നെയാണോ എന്റെ മകനെ കൊന്നത്? ആരെങ്കിലും കണ്ടുപിടിച്ച് പറയും എന്റെ മകൻ എന്താണ് സംഭവിച്ചെന്ന്. അതുവരെ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. നീയും ഈ ജയിലിൽ തന്നെ കടന്ന് നരയിക്കുക, അതാണ് നിനക്ക് നല്ലത്. ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ വന്നു പോകരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ലയർ എന്നും പറഞ്ഞ് ആ അമ്മച്ചി ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അവരൊന്ന് കാറി കയറിയെന്ന് കരയാണ്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നന്ദി, എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതിന് നന്ദി. ഇത് അമ്മച്ചി പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ മൂങ്ങയോടാണ്. അയാൾ പറയും, തനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാനില്ലേ അതൊക്കെ ചെയ്യാം. എപ്പോഴും നല്ലൊരു സുഹൃത്തായിട്ട് ഞാനുണ്ടാവും. അങ്ങനെ അവർ കാർ എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് സെല്ലിനകത്തേക്ക് തിരിച്ചു വന്ന ഹീറോ അവൻ ഒളിച്ചു വെച്ചിരുന്ന മൊബൈൽ എടുത്ത് ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന DCI റെയിനെ വിളിക്കും. പഴയ പോലീസുകാരനായതുകൊണ്ട് എങ്ങനെയൊക്കെയോ മൊബൈൽ സെറ്റാക്കിയിട്ടുണ്ട് ജയിലിനകത്ത് വെച്ചിട്ട്. ഈ DCI റെയിനെ വിളിച്ച്, കില്ലർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, കാലമിന്റെ ഡെത്തിനെ സംബന്ധിച്ചുള്ള ഒരു റെക്കോർഡിംഗ് അവൻ എനിക്ക് അയച്ചു തന്നു. അത് കേട്ട ലേഡി ഓഫീസർ പറയും, അവൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അവൻ എല്ലാവർക്കും, മരണപ്പെട്ട വിക്ടിംസിന്റെ എല്ലാ മാതാപിതാക്കൾക്കും അവൻ അവരെ കൊന്ന സമയത്തുണ്ടായിരുന്ന റെക്കോർഡിങ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട് ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ അവനൊരു അനൗൺസ്മെന്റ് നടത്തുകയാണ്, അതിനേക്കാൾ വലിയ എന്തോ ഒന്ന് വരാനുണ്ട് എന്നവൻ എല്ലാവരോടും വിളിച്ചു പറയാണ്. അവൻ ഓഡിയൻസ് വേണം, ആ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നത്. അവൻ ഒരു പടി മുന്നേ നമ്മൾ കാലെടുത്ത് വെച്ചില്ലെങ്കിൽ വലിയ എന്തോ ആണ് സംഭവിക്കാൻ പോകും. ഇത് കേട്ട് ആ ഓഫീസർ ലേഡി പറയും, നിന്റെ വിചാരം എന്താ? ജയിലിൽ കിടന്ന് എന്നെ സഹായിക്കാന്നോ? ഈ കേസ് എന്റേതാണ്, അതെങ്ങനെ അന്വേഷിക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് തന്റെ ക്ലാസ് ഒന്നും ആവശ്യമില്ല. ആ കുറ്റവാളിക്കും തനിക്കും വ്യത്യാസമൊന്നുമില്ല. തന്റെ കൂടെ ജയിലിൽ കിടക്കാൻ ഞാൻ അവനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. മേലെ ഈ നമ്പറിലേക്ക് വിളിക്കരുത്, വിളിച്ചാൽ തന്നെ സോളിറ്ററിയിൽ പൂട്ടിയിടുന്നു പറഞ്ഞ് അവര് ഹീറോയെ ചീത്ത പറഞ്ഞിട്ട് തന്റെ അടുത്ത ഓഫീസറോട് അവന്റെ കയ്യിലുള്ള മൊബൈൽ ജയിലിലെ സൂപ്രണ്ടുമാരോട് പിടിച്ചെടുക്കാൻ പറയും. ഈ സമയത്ത് ആ പെണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോ പുള്ളിയുടെ പഴയൊരു വിരോധീനെ വിളിക്കും. ശരിക്കും കൂട്ടുകാരനല്ല, ഏതൊക്കെയോ കേസിൽ പിടിച്ചൊരു വിരോധിയാണ്. എന്നാലും ആളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് ഇപ്പൊ നിന്നെക്കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ നിന്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതെല്ലാം എനിക്കറിയാലോ. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കേസ്, മിസ്സിംഗ് കേസുകൾ നീ കേട്ടിട്ടുണ്ടാവും. അവനെ നിനക്കും വെറുപ്പായിരിക്കും, എന്നെ പോലെ തന്നെ. അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ സഹായം ചോദിക്കുന്നത്. എനിക്കറിയാം അങ്ങനെയുള്ളവന്മാരെ നിനക്ക് വെറുപ്പാണ്. നിന്റെ കയ്യിൽ അവനെ കിട്ടിയാൽ നീ എന്ത് ചെയ്യോ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നെ സഹായിക്കും. അങ്ങനെ ഇവര്
തമ്മിൽ എന്തോ ഡീലാവുന്നുണ്ട്. ആ സമയത്ത് ജയിലിലെ പോലീസുകാർ ഹീറോനെ പിടിച്ച് അവന്റെ കയ്യിലെ മൊബൈലും തട്ടിപ്പറിക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ ജയിലിലുള്ള മറ്റൊരു പോലീസുകാരനെ കാണുന്നുണ്ട്, ഒരു കൂട്ടുകാരൻ പോലീസുകാരൻ. അയാളോട് ഇങ്ങേര് താൻ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം പറയും. അതിന് ചെറിയ ചില സഹായങ്ങൾ ഈ പോലീസുകാരൻ ചെയ്തു കൊടുക്കണം, അയാൾക്ക് ക്ഷതമേൽക്കാതെ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ തടവ് പുള്ളികൾക്ക് ഹീറോ ഇഷ്ടമല്ല. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹീറോയെ തച്ചു കൊല്ലും. സോ ഇന്ന് രാത്രി അവർക്ക് നീ എന്നെ കൊല്ലാൻ ഇട്ടു കൊടുക്കണം. ഇവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ഈ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകും. അതാണ് സംഭവിക്കേണ്ടത്. ആ അവസരമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ട ഏർപ്പാടുകൾ നീ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ, നിന്റെ ജീവൻ അപകടം ഉണ്ടാവും, അത്രയും പ്രതികളുണ്ട് ഇവിടെ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോ, അതെന്റെ ഭാഗമല്ലേ, ഞാൻ നോക്കിക്കോളാം, ആ റിസ്കിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനോട് സഹായം ചോദിക്കുകയാണ്. അന്ന് രാത്രി ഏതോ ഒരു സെല്ലിലെ തടവ് പുള്ളി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കയറി തൂക്കിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസുകാരെല്ലാം ഓടിച്ചെന്ന് അയാളുടെ സെല്ലിനകത്തേക്ക് കയറുമ്പോൾ ഈ തടവുകാരൻ പോലീസുകാരെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി എല്ലാ സെല്ലും ഓപ്പൺ ചെയ്ത് എല്ലാ സെല്ലിലെ തടവുകാരെയും മോചിപ്പിക്കുന്നു. ഈ തടവുകാരെല്ലാം കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഹീറോയുടെ മുറിയിലേക്കാണ് വരുന്നത്, ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഹീറോ ഡോർ ലോക്ക് ചെയ്ത് വെക്കുന്ന സമയം ഇവന്മാര് കെറോസിൻ താഴെക്കൂടെ ഒഴിച്ച് ഹീറോയുടെ മുറിയിലേക്ക് തീയിടും. തീ ഒരുപാട് നേരം കത്തിക്കഴിഞ്ഞ് അതിന്റെ പുക കൊണ്ട് തന്നെ ആള് മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീറോ തന്റെ ബെഡിലേക്ക് ആ തീ പറ്റിപ്പിച്ച് ഡോറും തള്ളി തുറന്ന് ആ തീ കൊണ്ട് തടവ് പുള്ളികളെ തട്ടിത്തെറിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ 100ഓളം പേരുണ്ടല്ലോ, അവന്മാരായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ തമ്മി പൊരിഞ്ഞാട്ടി പോലീസുകാർക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. സോ അവര് സ്മോക്ക് ഗ്രനേഡ് വലിച്ചെറിയുന്നു. അത് കഴിഞ്ഞ് ഷീൽഡും വെച്ച് ഇറങ്ങിയിട്ട് ഓരോരുത്തരെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വലിയ ബഹളം ഉണ്ടാവുന്നുണ്ട് ജയിലിനകത്ത്. വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ അവസാനം എല്ലാ തടവുകാരെയും പിടിച്ച് കീഴ്പ്പെടുത്തി സെല്ലിനകത്ത് പൂട്ടിയിട്ടു. ഈ ബഹളം ഉണ്ടാവാൻ കാരണക്കാരനായ ഹീറോയെ ആ ജയിലിൽ നിന്ന് നാട് കടത്തി അടുത്ത ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസുകാരുടെ വാഹനത്തെ മറ്റൊരു വണ്ടി ബ്ലോക്ക് ഇട്ട് നിർത്തിയിട്ട് മെഷീൻ ഗണ്ണുമായി 3-4 പേര് ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പോലീസുകാരുടെ വണ്ടി ആക്രമിച്ച് നമ്മുടെ ഹീറോയെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് മുഖംമൂടിക്കാരൻ മുഖംമൂടി തുറക്കുമ്പോഴാണ് നമ്മുടെ കാറ് കള്ളനാണ് ഹീറോയെ രക്ഷപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുക. ഈ സമയത്ത് മൂങ്ങക്കണ്ണൻ വില്ലൻ അവൻ പൂക്കളായിട്ട് തീ പിടിച്ച് വെന്ത ഒരു സ്ത്രീയെ കാണാൻ വരുന്നുണ്ട്. നിനക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നാണെന്നും പറഞ്ഞിട്ട് അവൻ ചില പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇവൾക്ക് എന്നെ പേടിയാണ്, ഞാൻ അവളെ എന്താ ചെയ്തേന്നറിയോ, നീ കേൾക്കണം. ആ സ്ത്രീ തല തിരിക്കുമ്പോൾ ഇയാള് മൂക്കിനിട്ടൊരു കൊട്ടു കൊടുത്തിട്ട് അവരെങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ച് കൊന്നത്, ഇനി കൊല്ലാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങള് ഇയാൾ ആ പെണ്ണിനോട് പറയും. എന്നിട്ട് കുറച്ച് ഉമ്മയൊക്കെ വെച്ച് പാട്ടും പാടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവിടെ കാറ് കള്ളൻ ഹീറോയെ അങ്ങേരുടെ പഴയ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ ഹീറോയുടെ ഒരു കാറ് കിടപ്പുണ്ടാവും, പഴയ കാറ്. അതിനകത്ത് കുറച്ച് പണമുണ്ട്. അത് ഹീറോ ആ കള്ളന് കൊടുക്കുന്നു. ആ കള്ളൻ ഹീറോ ചോദിച്ചത് പ്രകാരം ഒരു ഡിവൈസ് ഹീറോയുടെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ പിടിച്ചാൽ എന്റെ പേര് ചൊല്ലി വേണം നീ അവനെ കൊല്ലാൻ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് നമ്മുടെ ലേഡി ഓഫീസർക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ലൂതർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇവിടെ ഹീറോ പെരപ്പുറത്ത് കയറി നിൽപ്പുണ്ട്. എന്തിനാണോ എന്തോ, എല്ലാ പടത്തിലും കാണാം എന്തേലും ചെയ്യുന്നതിന് മുമ്പ് ഉച്ചി കയറി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ലേഡി ഓഫീസർ ഹീറോയുടെ കൂടെ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു റിട്ടയർഡ് പോലീസുകാരനെ ചെന്ന് കാണും. ഹീറോയുടെ സുഹൃത്താണ് അയാള്. അങ്ങേരോട് പറയും, ഹീറോ ജയിൽ ചാടി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അവൻ എന്താ ചെയ്യാൻ പോണേന്നുള്ളത് നിങ്ങൾക്കറിയാം, അവൻ എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് മറ്റാരേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈ കേസിൽ അവൻ എനിക്കൊരു ശല്യമായിട്ട് വരരുത്, എന്നെ തടസ്സപ്പെടുത്തരുത്. മാത്രമല്ല ജയിലിൽ ചാടിയ കുറ്റവാളി ആയതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലീസുകാർ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവനെ തടയാനും പിടിക്കാനും നിങ്ങൾ എന്നെ സഹായിക്കണം. സോ കൂട്ടുകാരനെ പിടിക്കാൻ താൻ സഹായിക്കാമെന്ന് ആ പഴയ പോലീസുകാരനും വാക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെട്ടാലോ. ഈ സമയത്ത് ഹീറോ റേഡിയോയിലെ ആ 65.8 ഫ്രീക്വൻസി സിറ്റിയിൽ എവിടെ നിന്നാണ് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് എന്നാ കിട്ടിയ ഡിവൈസ് വെച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ പഴയ കൂട്ടുകാരൻ പോലീസുകാരൻ ഹീറോ ഫസ്റ്റ് ആക്ഷൻ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടി അവനുണ്ടായിരുന്ന സെല്ലിലേക്ക് വരും. അവിടുന്ന് ഹീറോയ്ക്ക് കിട്ടിയ ആ കത്ത് ഈ പോലീസുകാരനും കിട്ടുന്നുണ്ട്. അത് റേഡിയോ ഫ്രീക്വൻസി ആണെന്ന് അങ്ങേര് മനസ്സിലാക്കിയിട്ട് ഉടനെ ലേഡി പോലീസിനെ വിളിച്ചു പറയും, ആ ഫ്രീക്വൻസിയുടെ സോഴ്സ് എവിടുന്നാണോ വരുന്നത് അത് കണ്ടുപിടിച്ചാൽ മതി, നിങ്ങൾക്ക് ലൂതറിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയത്ത് ലൂതർ ആ ഫ്രീക്വൻസി വന്ന ലൊക്കേഷനിലേക്ക് വരികയാണ്. അതൊരു ക്ലബ്ബായിരിക്കും. ക്ലബ്ബ് നടത്തിപ്പുകാരനോട് നിന്റെ സ്ഥാപനത്തിൽ നിന്നാണല്ലോ ബ്രോഡ്കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത്, അതും ഒരു മേർഡറുടെ റെക്കോർഡിംഗ്, അത് കിട്ടിയത് എനിക്കായിരുന്നു, ഞാൻ അതന്വേഷിക്കാൻ വന്നതാണെന്ന് പറയുന്ന നിമിഷം ആ നടത്തിപ്പുകാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവന് വഴിയില്ല. ഓടി ചെല്ലുമ്പോൾ ഡോർ അടഞ്ഞടക്കുന്നു. ഹീറോ അവനെ പൊക്കിയെടുത്തുകൊണ്ട് നിർത്തിയിട്ട് സത്യം പറയടാ, എവിടെയാണ് ഡിവൈസ്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറയുമ്പോൾ അവൻ കബേർഡിനകത്തുണ്ടെന്ന് പറയും. ആ ബ്രോഡ്കാസ്റ്റ് ആയ ഡിവൈസ് അത് ഹീറോ എടുത്തിട്ട് ഇതെന്താണെന്ന് നിനക്കറിയോ, ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതക കരച്ചിൽ. ഈ ട്രാൻസ്മിറ്റർ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്?
അത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കണ്ണി ഞാൻ ടാറ്റു അടിക്കുന്നും പറഞ്ഞ് ഹീറോ ഡ്രില്ലർ എടുത്ത് അവന്റെ കണ്ണിലേക്ക് കുത്താൻ കൊണ്ടുവരുവാണ്. അയാൾ പാവം പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ആൾ അത്ര ദോഷക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ, ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല, നീ തന്നെ തുറന്നു പറയുന്നു, എനിക്കറിയാം, സത്യം പറയും, ഇതെങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ നടത്തിപ്പുകാരൻ പറയും, ഇത് കൊറിയർ മുഖേന വന്നതാണ്. ഒരു 24 മണിക്കൂർ മാത്രം ഈ ഡിവൈസ് ഇവിടെ വെക്കാൻ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് മറ്റൊന്നും അറിയില്ല. ഞാൻ ഓൺലൈനിൽ ഒരാളെ കണ്ടുമുട്ടി. ഞങ്ങൾ തമ്മിൽ സെക്ഷൽ ഫാന്റസീസ് ഉണ്ടായിരുന്നു. അത് പങ്കുവച്ചു. ഓൺലൈനായിട്ട് മാത്രമേ എനിക്കും അവന് ബന്ധമുള്ളൂ. നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങളുടെ ബന്ധവും എന്റെ ഫാന്റസിയും അവൻ എന്റെ കുടുംബത്തെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവൈസ് ഇവിടെ വെക്കാൻ സമ്മതിച്ചത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. അപ്പൊ ഹീറോ ചോദിക്കും അത് ആരാണെന്ന്. ഇയാൾക്ക് അവൻ ആരാണെന്ന് അറിയില്ല. പക്ഷെ അയാൾ മെസ്സേജ് അയക്കാറുണ്ട് മൊബൈലിൽ. ഓരോ ദിവസവും അവൻ മൊബൈൽ മാറ്റിക്കൊണ്ടേയിരിക്കും. ഹീറോ ആ മെസ്സേജ് വരുന്ന മൊബൈൽ ഈ നടത്തിപ്പുകാരനെ നിന്ന് മേടിച്ചിട്ട് അവിടുന്ന് പോവാണ്. ജസ്റ്റ് ഹീറോ വെളിയിലേക്ക് ഇറങ്ങിയ ഉടനെയാണ് നമ്മുടെ ലേഡി പോലീസിന്റെ പോലീസുകാർ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച ആ സ്ഥലത്തേക്ക് വരുന്നത്. അവർ വരുമ്പോഴേക്കും ഹീറോ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവിടെ നിന്ന് കട്ട് ചെയ്ത വില്ലൻ മറ്റാർക്കോ വിളിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായോ എന്ന് ചോദിക്കും. അതൊരു അരമൊട്ടനാണ്. അയാൾ പറയും എല്ലാം ശരിയായിട്ടുണ്ട്, ഞാൻ റൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അയാൾ സ്ക്രീനിൽ കുറച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തടവിലാക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആരംഭിച്ചോളൂ എന്ന് വില്ലൻ പറയും. ഇവൻ ആരംഭിച്ചോളൂ എന്ന് പറയുന്ന സമയം നമ്മുടെ മുട്ടത്തലയൻ നെറ്റിൽ കൂടെ സെർച്ച് നടത്തുന്നുണ്ട്. ഓരോ മനുഷ്യരുടെ കമ്പ്യൂട്ടറും മൊബൈലിലേക്കും ഇവർ ഹാക്ക് ചെയ്ത് കയറും. അവർക്കുള്ള അഫയർ, ഡ്രഗ്സ്, ഫ്രോഡ്, ഗാംബ്ലിംഗ്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിക്കും. അതിലേറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരാണ് ടാർഗറ്റ് എന്നും പറഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി ഒരു ടീം തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഹീറോ തന്റെ പഴയ കൂട്ടുകാരനെ വിളിച്ച്, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കൊരു സഹായം വേണമെന്ന് പറയും. അപ്പൊ പഴയ കൂട്ടുകാരൻ, ഞാൻ പോലീസുകാരെ സഹായിക്കുവാണ് നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് വേറെ വഴിയില്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ, അത് കുഴപ്പമില്ല, ഞാനത് പ്രതീക്ഷിച്ചതാണ്, നീ ഒരു ഹെൽപ്പ് മാത്രം എനിക്ക് ചെയ്യും. എനിക്ക് ആ ക്രിമിനലിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ മാത്രം ഇപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നീ ഒന്ന് ട്രേസ് ചെയ്ത് പറഞ്ഞുതരാൻ പറ്റുമോ? കാരണം ഒരു ദിവസം ഒരു നമ്പർ മാത്രമേ അവൻ ഉപയോഗിക്കൂ, നാളേക്ക് അത് കിട്ടില്ല. അതിന് കൂട്ടുകാരൻ പഴയ പോലീസ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറയും. അപ്പൊ ഹീറോ, ശരി, നമ്മൾ എന്തായാലും ഒരു ബെറ്റ് വെക്കാം, $20. നീ എന്നെ പിടിക്കുന്നതിന് മുന്നേ ഞാൻ അവനെ പിടിച്ചാൽ $20 ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയും, അത് 50 ആക്ക്, ഞാൻ അപ്പ തയ്യാറാണെന്ന് പറയും. അത് കഴിഞ്ഞ് ഈ പഴയ പോലീസ് ലേഡി പോലീസിനോട് ഹീറോ വിളിച്ച കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ നമ്പർ ട്രേസ് ചെയ്ത് അവന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. അവൻ എന്തായാലും കില്ലറെ തേടി പോകും. നമുക്ക് അവനെ ഫോളോ ചെയ്ത് പോയിട്ട് കില്ലറേയും പിടിക്കാം, അതിനോടൊപ്പം തന്നെ അവനെയും പിടിക്കാം. നമ്മുടെ ജോലി എളുപ്പമായിരിക്കുമല്ലോ, ആർക്കും ഒരു നഷ്ടമില്ല. സോ ഇത് കേട്ട ആ പോലീസുകാർ സമ്മതിച്ചിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയാണ് കില്ലറുടെ. അത് പിക്കാഡ്ലി സർക്കസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും. സോ ഈ സ്ഥലത്തേക്ക് ആദ്യമേ ഇവരൊരു ഫോഴ്സിനെ അയക്കുന്നുണ്ട്. ഈ സമയം ഹീറോ വഴിയാത്രക്കാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഭാര്യയ്ക്ക് വിളിക്കണം, അർജന്റ് ആണെന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാരനെ വിളിക്കും. പോലീസുകാരൻ എവിടെയാണ് കില്ലറുള്ളത് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ 20 മിനിറ്റ് ആയിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ടില്ല ഈ നമ്പർ. പക്ഷെ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം സസ്പെക്ട് ആ സ്ഥലത്തുനിന്ന് മാറാത്തതിന് പിന്നിൽ മറ്റെന്തോ ഒരു ദുരൂഹതയുണ്ട്. അതുകൊണ്ട് നീ ടാർഗറ്റിനെ ഐഡന്റിഫൈ ചെയ്താൽ മതി, എൻഗേജ് ചെയ്യരുത്, ആ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയും. പക്ഷെ അതൊന്നും കേൾക്കാതെ ഹീറോ കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് പോലീസുകാർ കണ്ടുപിടിച്ച ലൊക്കേഷനിൽ കെട്ടിടങ്ങളുടെ മുകളിലായിട്ട് 1-2 ആൾക്കാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണാം. അവരുടെ ശരീരത്ത് ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഹീറോയും ഫോഴ്സിന്റെ ടീമും ആ സെയിം ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫോഴ്സ് ഹീറോ സസ്പെക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ലൂതറുണ്ട് കില്ലർ നമ്പറിലേക്ക് കോൾ ചെയ്യും. എന്നിട്ട് ചുറ്റും നോക്കുകയാണ് ആരായിരിക്കും അവനെന്ന് പറഞ്ഞ്. ഹീറോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുത്തൻ ഫോൺ എടുത്തിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ അറിയാമടാന്ന് ഹീറോ പറയും. ഹീറോ തന്നെ മനസ്സിലാക്കി എന്നറിഞ്ഞ കില്ലർ ഉടനെ ചാടി മാറി ഒരു ടൂറിസ്റ്റിന്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് അവനെ തടവുപുള്ളിയാക്കും. ലൂതറിനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ പുറകിലേക്ക് മാറാണങ്ങേര്. എല്ലാം കഴിഞ്ഞു, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ എല്ലാരും വളഞ്ഞു കഴിഞ്ഞു, നിന്റെ കളികളെല്ലാം അവസാനിച്ചു എന്ന് ഹീറോ പറയുമ്പോൾ കില്ലർ പറയും, ഇല്ലടാ, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ, മുകളിലേക്ക് നോക്ക്. മുകളിൽ ആൾക്കാർ നിൽക്കുന്നത് ഹീറോയ്ക്ക് കാണാം. നീ എന്താണ് ചെയ്യാൻ പോണെന്ന് ഹീറോ ചോദിക്കും. അപ്പോൾ പള്ളിമണി അടിക്കുന്നുണ്ടാവും. ആദ്യ മണി അടിക്കുമ്പോൾ മോളി ഉണ്ടായിരുന്ന ഒരാൾ അതേപടി നിലത്തേക്ക് ചാടി വീണ് ആത്മഹത്യ ചെയ്യാണ്. അടുത്ത സെക്കൻഡ് അടുത്ത ലേഡിയും താഴത്തേക്ക് ചാടി വീണ് തലതല്ലി മരിക്കും. ഈ ആൾക്കാർ താഴെ വീഴുന്ന കണ്ട് ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ വണ്ടികളും കൺട്രോൾ വിട്ട് തമ്മി ഇടിച്ച് വലിയ ബഹളം ഉണ്ടാവുകയാണ് ചുറ്റിലും. ഹീറോ, വേണ്ട, അവരെ നിർത്താൻ പറയും, നീ എന്താ കാണിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലീസിന്റെ പട അങ്ങോട്ട് വരും. അവര് തോക്ക് കാണിച്ച് 2 പേരെയും നിലത്തേക്ക് കമിഴ്ന്ന് കിടക്കാൻ പറയുന്നു. അപ്പോഴാണ് അടുത്തൊരു തടിച്ച മനുഷ്യനും കൂടി നിലത്തേക്ക് ചാടി വീണ് മരിക്കുന്നു. ഈ സമയം കൺട്രോൾ വിട്ടൊരു കാറ് പോലീസുകാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ബസ്. പോലീസ് എല്ലാം ചെതറി മാറുന്ന സമയം കില്ലർ കൈ ഉണ്ടായിരുന്ന ആളെയും വിട്ടിട്ട് റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് ഓടിക്കയറും. പക്ഷെ ഹീറോ അവനെ വിടില്ല. പുറകെ തന്നെ ഓടിച്ചെല്ലുന്നുണ്ട്. ഓടിച്ചെന്ന് സ്റ്റേഷനകത്ത് ചെക്ക് ചെയ്യുമ്പോഴും ട്രെയിനിനകത്ത് ചെക്ക് ചെയ്യുമ്പോഴും ആളെ കാണുന്നില്ല. ആള് മിസ്സായി പോയോ
പോയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ട്രെയിൻ പോയി കഴിയുമ്പോൾ പാളത്തിനകത്തൂടെ തുരങ്കത്തിനകത്തൂടെ ഈ കില്ലർ ഓടിപ്പോകുന്ന ഹീറോ കാണാം. വിടാതെ പുറകെ ചെല്ലും അവൻ. എന്നാൽ മറഞ്ഞിരുന്ന വില്ലൻ കത്തി ഉപയോഗിച്ച് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു വെട്ട് കൊള്ളുന്നുണ്ട് ഹീറോയ്ക്ക്. എന്നാലും തന്റെ കൈക്കരുത്ത് ഉപയോഗിച്ച് ഹീറോ അവനെ പിടിച്ച് അടക്കി കീഴ്പ്പെടുത്തും. അവന്റെ കത്തി തട്ടിപ്പറിക്കാൻ ശ്രമിക്കും. ഈ സമയത്താണ് ഹീറോയെ ഫോളോ ചെയ്തുകൊണ്ട് വന്ന ഒരു പോലീസുകാരൻ അവൻ പുറകെ വരുന്നു. രണ്ടുപേരോടും നിലത്ത് കിടക്കാൻ പറയുമ്പോൾ ഹീറോ, ഞാൻ നിലത്ത് കിടക്കാം, ആദ്യം ഇവനെ പിടിക്കൂ, ഇവനെ കഫ് ചെയ്യൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവനാണ് കില്ലർ എന്ന് പറയുമ്പോൾ ആ മണ്ടം പോലീസുകാരൻ ഹീറോയുടെ മണ്ടയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ട് ഹീറോയെ സൈഡാക്കിയിട്ട് ഈ കില്ലറോട് കമിഴ്ന്ന് കിടക്കാൻ പറയും. കില്ലറാണെങ്കിൽ ഇപ്പൊ കിടക്കാം, കമിഴ്ന്ന് കിടക്കാമെന്നും പറഞ്ഞിട്ട് കയ്യിലെ കത്തി വട്ടം ചുറ്റി പോലീസുകാരന്റെ തൊടയിൽ വലിയൊരു കീറലുണ്ടാക്കും. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഹീറോ എഴുന്നേൽക്കുമ്പോഴേക്കും അടുത്ത പോലീസുകാരൻ വന്നു കഴിഞ്ഞു. എന്നാൽ ഈ വെട്ടുകൊണ്ട പോലീസുകാരൻ കടന്ന് പെടിയായിരിക്കും. ആട്രിക്കാണ് വെട്ടുകൊണ്ടിരിക്കുന്നത്. ചോര ചീറ്റി ഒഴുകുന്നുണ്ടാവും. ഞാനൊരു പഴയ പോലീസുകാരനാണ്, എന്നെ വിശ്വസിക്കൂ, നമുക്ക് ആദ്യം ഇദ്ദേഹത്തിനാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ വെട്ടുകൊണ്ട പോലീസുകാരന്റെ കാലി തന്റെ ബെൽറ്റ് ഊരി കെട്ടിവയ്ക്കും. വലിയ രീതിയിൽ ചോര ചീറ്റി ഒലിക്കുന്നുണ്ട്. തന്നെ സഹായിച്ച പോലീസുകാരൻ നല്ലവനാണെന്ന് മനസ്സിലാക്കിയ ആ വെട്ടുകൊണ്ട പോലീസ്, നിങ്ങൾ ഓടിപ്പോയിക്കോളൂ, എനിക്കറിയാം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന്, എത്രയും പെട്ടെന്ന് കൂടുതൽ പോലീസുകാർ എത്തും, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കും. അപ്പോഴേക്കുമാണ് അടുത്ത പോലീസുകാരെല്ലാം ഓടി എത്തുന്നത്. ഈ സമയത്ത് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മൾ നേരത്തെ കണ്ട DCIയുടെ അസിസ്റ്റന്റ്, അയാൾക്കൊരു കോള് വരുന്നു. വില്ലനാണ് വിളിക്കുന്നത്. ലൂതർ ജയിലിൽ നിന്ന് എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്, നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അപ്പപ്പോ എന്നെ ഇൻഫോം ചെയ്യണം, മനസ്സിലായോ? അല്ലെങ്കിൽ നിന്റെ ഭാര്യ, നിന്റെ അമ്മ നിന്നെക്കുറിച്ച് അറിഞ്ഞാൽ അവരെന്താണ് ധരിക്കുക, നിനക്ക് ആ പേടി ഉണ്ടാവണം. എനിക്ക് മാത്രം അറിയുന്ന രഹസ്യം ഈ നാടറിഞ്ഞാൽ നിനക്ക് എന്താണ് സംഭവിക്കാന്നുള്ളത് ഓർത്തു നോക്കെന്നും പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ സമയം വില്ലന്റെ ടീമിലുള്ള ഒരു മൊട്ടയില്ല, അയാളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരുമാതിരി നരകത്തി ചെന്ന അന്യന്റെ ആപ്ലിക്കേഷൻ. അപ്പോഴാണ് വില്ലൻ അവനെ വിളിച്ചിട്ട്, നീ ആദ്യമേ പോയിക്കോളൂ, ഞാനൊരു എക്സ്ട്രാ പീസും കൂടി കൊണ്ടുവരുന്നുണ്ട്, നമുക്കത് ഉപകാരപ്പെടും, സൈറ്റ് എങ്ങനെയാണുള്ളതെന്ന് ചോദിക്കുക. ഈ മുട്ട പറയും, സൈറ്റ് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഒരുപാട് പുതിയ ലോഗിൻസ് വന്നിട്ടുണ്ടെന്ന് പറയും. എന്നാ പോയിക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ പുറകെ വരാന്ന് പറഞ്ഞിട്ട് ഈ വില്ലൻ എങ്ങോട്ടോ യാത്രയാവുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഒഴിഞ്ഞൊരു ബിൽഡിങ്ങിലേക്ക് വന്ന് വസ്ത്രമെല്ലാം മാറി തന്റെ പഴയ കൂട്ടുകാരനെ വിളിച്ച് ലേഡി പോലീസിന് ഫോൺ കൊടുക്കാൻ പറയും. എന്നിട്ട് ആ വെട്ടുകൊണ്ട പോലീസുകാരൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ മരണപ്പെട്ടു അത്രേ, നീ കാരണം ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു, എനിക്ക് നിന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ ശ്രമിക്കും ആ ലേഡി. അപ്പൊ പഴയ പോലീസാണെങ്കിൽ താൻ കോള് കട്ട് ചെയ്യരുത്, അവന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവന്റെ ലൊക്കേഷൻ കിട്ടുള്ളൂ, അവൻ എന്താണ് പറയാൻ വന്നെന്ന് ചോദിക്കും. ഇവര് തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പൊ ഹീറോ, ഈ മരണപ്പെട്ട വിക്ടിംസുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, പാറ്റേൺ ഉണ്ടോ? ഇവരൊരു പാറ്റേണും ഇല്ല എന്ന് പറയും. അത് കേട്ട ഹീറോ, ഇല്ല, എന്തെങ്കിലും ഒന്ന് കോമൺ ആയിട്ട് വേണം, കാരണം അവരെയെല്ലാം ഇവൻ ഭീഷണിപ്പെടുത്തിയാണ് കൊല്ലുന്നത്. ചാടി മരണപ്പെട്ടവര്, അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അവരുടെ സ്വഭാവമോ വളരെ നല്ലവരാണ്. എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്. ഈ മരണപ്പെട്ടവർക്കെല്ലാം തന്നെ മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഷെയിംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സീക്രട്സ് കാണും. അതെന്താണെന്ന് ഈ കില്ലർ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അതിന് എളുപ്പ വഴി ഇന്റർനെറ്റ് ആണ്. നമ്മുടെ സീക്രട്ടായ ജീവിതം നമ്മളെല്ലാവരും ഇന്റർനെറ്റിനോടാണ് പറയുക. അവിടെ വെച്ചായിരിക്കണം അവനത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അതാണ് അവൻ ഉപയോഗിക്കുന്നത്, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. കാരണം പിടിക്കപ്പെടും എന്നുള്ള ഭയം മരണത്തെക്കാൾ വലിയ ഭയമാണ്. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ലൊക്കേഷൻ ഇവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഹീറോയ്ക്ക് അറിയാം അവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വരുമെന്നുള്ളത്. പറഞ്ഞു തീരുമ്പോൾ അവൻ ഫോണും കട്ട് ചെയ്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ ഈ ലേഡി പോലീസിന് ഒരു മകളുണ്ട്. ഡ്യൂട്ടിയിൽ ബിസി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, മോള് കഴിച്ചിട്ട് കിടന്നു, കാലത്ത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്താം, വിഷമിക്കാതെ എന്നമ്മ മോളെ വിളിച്ച് പറയും. മോള് ഓക്കെ പറഞ്ഞ് കിച്ചണിൽ ചെന്ന് കുടിക്കാൻ വെള്ളം എടുക്കാൻ നേരം ആന്യ എന്ന പേരിൽ ആരോ വിളിക്കുന്നു. കൊച്ചിന്റെ പേര് നന്നായിട്ടുണ്ട്, അന്യ. ഈ അന്യ എന്ന വിളി കേട്ട് ഇവള് ഹാളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. പേടിച്ച പെണ്ണ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കും.